അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ഇന്ന് വളരെ നാളുകൾക്ക് ശേഷം ആണ് ഒരു വീഡിയോയുമായി വരുന്നത്. അതുതന്നെ ഏറെ താല്പര്യമുള്ള ഒരു കാര്യമായതുകൊണ്ട്. എന്താണ് ഏറെ താല്പര്യമുള്ള കാര്യം എന്ന് ചോദിച്ചാൽ, സോഷ്യൽ മീഡിയകളിലൂടെ ഇസ്ലാമിനെ പിച്ച് ചീന്തുന്ന, ഇസ്ലാമിക ആദർശ ആശയങ്ങളെ, വിശ്വാസാചാരാനുഷ്ഠാനങ്ങളെ ആക്ഷേപിക്കുന്ന ഒരുപാട് ആണുങ്ങളും പെണ്ണുങ്ങളും രംഗത്തുണ്ട്. സ്ത്രീകളുമുണ്ട്, പുരുഷന്മാരും. അവർക്കൊക്കെ കൃത്യമായി ഒരു മറുപടി കൊടുക്കാൻ, പറയാൻ പ്രാപ്തരായ ആളുകൾ സോഷ്യൽ മീഡിയയിൽ വളരെ വിരളമാണ്. ഇസ്ലാമിക വീക്ഷണത്തിൽ വിശ്വാസമർപ്പിച്ച്, ഇസ്ലാമിക വീക്ഷണം അനുസരിച്ച് ദൈനംദിന ജീവിതത്തിൻ്റെ കുറേ കാര്യങ്ങളെങ്കിലും നടപ്പിൽ വരുത്തുന്ന ആളുകളാകണമല്ലോ അത്തരക്കാർക്ക് മറുപടി പറയേണ്ടത്. അത്തരം മറുപടി പറയുന്ന ആളുകൾ ഇന്ന് വളരെ വിരളമാണ്. ചില മുസ്ലിയാക്കന്മാർ പറയുന്നില്ല എന്നൊന്നും പറയുന്നുണ്ട്. പക്ഷെ അവർ പറയുന്നത് അവരുടെ ജാതിക്ക് വേണ്ടിയാണ്, എന്ന് പറഞ്ഞാൽ അവരുടെ സംഘടനയ്ക്ക് വേണ്ടി. ഇസ്ലാമിന് വേണ്ടി പറയുന്നവർ വളരെ കുറവാണ്. ഇസ്ലാമിന് വേണ്ടി സംസാരിക്കുന്നവർ വളരെ വിരളമാണ്. സംസാരിക്കുന്നവരിൽ മുസ്ലിയാക്കന്മാരിൽ അധിക വിഭാഗവും അവരുടെ പ്രസ്ഥാനം ഉണ്ടാകുന്നവർക്ക് ആ പ്രസ്ഥാനത്തിൻ്റെ ഗുണഗണങ്ങളും അതിൻ്റെ മേന്മകളും അതിൻ്റെ പുരോഗതികളും അതിൻ്റേതായ വളർച്ചയും അതിൻ്റേതായ തളർച്ചയും ഒക്കെയാണ് അവർ സംസാരത്തിന് ഉപയോഗിക്കുന്ന അധികവും. അല്ലാതെ ഇസ്ലാമിനെ കാർന്നു തിന്നുന്ന, ഇസ്ലാമിക വിശ്വാസാചാര അനുഷ്ഠാന കർമാദികളെ ചോദ്യം ചെയ്യുന്ന, ആക്ഷേപിക്കുന്ന ഒരുപാട് യുക്തിവാദികളും നിരീശ്വരവാദികളും ഇസ്ലാമിനെ കടന്നാക്രമിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയകളിൽ വിളയാടുമ്പോൾ അവർക്കെതിരെ കൃത്യമായി പഠിച്ചു പറയാൻ കഴിവുള്ള ആളുകൾ വളരെ വിരളമാണ്. വളരെ വിരളമാണെന്ന് തന്നെ പറയാം. അതിൽ ഡോക്ടർ അനിൽ മുഹമ്മദിനെ ഒക്കെ നമ്മൾ ഒഴിവാക്കിയാൽ, ഡോക്ടർ അനിൽ മുഹമ്മദാണ് ഇതിനെല്ലാം അപവാദമായി ഇസ്ലാമിനെ പിച്ച് ചീന്തുന്ന, ഇസ്ലാമിനെ തരം താഴ്ത്തുന്ന, ഇസ്ലാമിനെ ഇകഴ്ത്തുന്ന, ഇസ്ലാമിൻ്റെ ആചാരാനുഷ്ഠാന കർമാദികളെ പുച്ഛത്തോടുകൂടെ സംസാരിക്കുകയും ഇസ്ലാമിനെതിരിൽ ഉറഞ്ഞു തുള്ളുകയും ഒക്കെ ചെയ്യുന്ന ആളുകൾക്കെതിരെ വിഷയത്തിൽ നിന്നുകൊണ്ട് കാര്യം പഠിച്ചു പറയുന്ന ആളുകൾ വിരളമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതിന് അപവാദമായി നിലനിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ് ഡോക്ടർ അനിൽ മുഹമ്മദ്. പറയാതെ നിവൃത്തിയില്ല. അനിൽ മുഹമ്മദിനെ ഡോക്ടർ എന്ന ഭാഗം കളിയാക്കി ഡോക്ടർ എന്ന് പറഞ്ഞ് കളിയാക്കുന്നവരും, അനിൽ അണ്ണൻ എന്ന് പറഞ്ഞ് കളിയാക്കുന്നവരും, അനിൽ ഏട്ടൻ എന്ന് വിളിക്കുന്നവരും ഒക്കെയായ കുറേ മുസ്ലിം കൂട്ടങ്ങളെ നമുക്ക് കാണാം. ഈ ഒരു സൈസ് തൊപ്പി, മാർപ്പാപ്പയുടെ തൊപ്പി പോലെ ഒരു തൊപ്പി ഇങ്ങനെ പപ്പട വട്ടത്തിൽ ഇങ്ങനെ ഈ തലയുടെ ഈ ഭാഗത്ത് വെച്ചിട്ട് ഒരുത്തനെ ഞാൻ കാണാറുണ്ട്. അവൻ സമസ്തയുടെ വലിയ ആളാണെന്ന് അവൻ പറയണത്. അത്രയും വലിയ ആൾ സമസ്തയിൽ ഇല്ല എന്നാണ് അവൻ്റെ വാദം. കണ്ണിയത്തൊക്കെ അവൻ്റെ താഴെയാണ്. EK അബൂബക്കർ മുസ്ലിയാർ എന്ന ശംസുൽ ഉലമയും അവൻ്റെ താഴെയാണ്. അവനാണ് ഏറ്റവും വലിയ അഗാധ പാണ്ഡിത്യമുള്ള വ്യക്തി എന്നൊക്കെയാണ് അവൻ പറയാറുള്ളത്. അവനിവിടെ പലരെയും ആക്ഷേപിച്ച് പ്രസംഗിക്കാറുണ്ട്. പ്രത്യേകിച്ച് ഈ അനിലിനെതിരെ ഒരുപാട് അയാൾ രംഗത്ത് വരാറുണ്ട്. എന്താണ് അനിലിന് അദ്ദേഹം കാണുന്ന കുറ്റം? അദ്ദേഹം പറയുന്നത് ശരിയാണെന്ന് അനിൽ പറയില്ല. അത് തന്നെ
അദ്ദേഹം പറയുന്നത് ശരിയാണെന്ന് അനിൽ പറയില്ല. അനിൽ ഈ കാണുന്ന അന്ധവിശ്വാസങ്ങൾക്ക്, അനാചാരങ്ങൾക്ക് ഒക്കെ എതിരെ, ഈ ആൾദൈവങ്ങൾക്ക് ഒക്കെ എതിരെ പരിശുദ്ധ ഇസ്ലാം എന്തു പറയുന്നു അത് പറയും. ഇസ്ലാം അങ്ങനെയാണല്ലോ. ഇസ്ലാം അന്ധവിശ്വാസത്തിന് കൂട്ടുനിൽക്കുന്ന പ്രത്യയശാസ്ത്രമല്ല. മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മകൻ മരിച്ച ദിവസം സൂര്യഗ്രഹണം ഉണ്ടായി. അപ്പോൾ സ്വഹാബത്ത് പറഞ്ഞു, റസൂലുള്ളാഹിയുടെ മോൻ മരിച്ചതുകൊണ്ടെന്ന് സൂര്യഗ്രഹണം ഉണ്ടായി. അവരെ മുഖത്താട്ടിക്കൊണ്ട് റസൂലുള്ളാഹി അതിനെ നിരുത്സാഹപ്പെടുത്തി. എന്താ പറഞ്ഞത്? എൻ്റെ മകൻ മരിച്ചതുകൊണ്ടോ? എൻ്റെ മകനല്ല, ഇനി ഞാൻ മരണപ്പെട്ടാൽ എനിക്ക് വേണ്ടി ഗ്രഹണം പറ്റുന്ന ജോലിയല്ല സൂര്യനുള്ളത്. സൂര്യനെ അള്ളാഹു ചില ജോലി ഏൽപ്പിച്ചിട്ടുണ്ട്. അത് കൃത്യമായി സൂര്യൻ ചെയ്യും. അത് എനിക്ക് വേണ്ടിയോ എൻ്റെ മകന് വേണ്ടിയോ ഗ്രഹണം പറ്റലൊന്നും സൂര്യൻ്റെ ജോലിയിൽപ്പെട്ടതല്ല എന്ന് പറഞ്ഞ ആളാണ് മുഹമ്മദ് റസൂലുള്ളാഹി. ഒരു അന്ധവിശ്വാസത്തിനും റസൂലുള്ളാഹി പച്ചക്കൊടി കാണിച്ചിട്ടില്ല. എല്ലാ അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും എതിരെ ആണ് ഈ പരിശുദ്ധ ഇസ്ലാം എന്നത്. അതിനെ വളച്ചൊടിച്ച് പല രീതിയിലുള്ള കോമാളിത്തരങ്ങളും പറയുകയും പ്രചരിപ്പിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ, പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അതിനെതിരെ ശക്തമായ ഭാഷയിൽ പ്രതികരിക്കും. അതാണ് ഡോക്ടർ അനിൽ മുഹമ്മദ്. ഡോക്ടർ അനിൽ മുഹമ്മദ് ചെയ്യുന്ന തെറ്റതാണ്. അത് ചെയ്യുന്നത് കൊണ്ട് അനിൽ മുഹമ്മദിനെ ഈ തലയുടെ പപ്പടവട്ടത്തിൽ ഈ മാർപ്പാപ്പ മറയ്ക്കുന്ന പോലെ തൊപ്പിയൊക്കെ വെച്ച് ഇവരൊക്കെ ആക്ഷേപിക്കുന്ന എന്ത് പറഞ്ഞ അനിൽ അണ്ണൻ, അനിലേട്ടൻ, അനിൽ അണ്ണാച്ചി, ഡോക്ടർ എന്നത് ഡോക്ടറേറ്റ് ബിരുദം നേടിയ ആളാണ്. ഒരു യൂണിവേഴ്സിറ്റി ഡോക്ടറേറ്റ് ബിരുദം കൊടുത്ത് ബഹുമാനിച്ച വ്യക്തിയാണ്. മാത്രമല്ല നല്ലൊരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹത്തിൻ്റെ വീഡിയോകളിൽ പല വീഡിയോകളും പല രീതിയിലുള്ള കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നതാണെന്ന് പറഞ്ഞ് കൊല്ലം തിരുവേനി ഒരു ബിഷപ്പ് പരാതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ഇടതുപക്ഷ സർക്കാരിൻ്റെ കാലത്ത് അദ്ദേഹം സസ്പെൻഷനിലായി. ആ സസ്പെൻഷൻ പിന്നീട് പിൻവലിച്ച് അദ്ദേഹം ഇപ്പോൾ UDF സർക്കാർ വന്നപ്പോൾ വീണ്ടും KML അതിൻ്റെ സ്ഥാനത്ത് ഉയർന്ന ഉദ്യോഗസ്ഥനായിട്ട് അസിസ്റ്റൻ്റ് മാനേജറായിട്ട് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുക. അദ്ദേഹം ഉയർന്ന പദവി ഈ സർക്കാരിൻ്റെ മുൻ സർക്കാരിൻ്റെ കാലത്തും ഉണ്ട്. ഇപ്പോഴും വീണ്ടും ഉയർന്ന ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ എന്ന നിലക്ക് നല്ല കൊള്ളാവുന്ന ഒരു പദവിയിലായിരിക്കുന്നത്. പക്ഷേ ഈ കൊള്ളാവുന്ന പദവിയിൽ ഇരിക്കുമ്പോഴും ഈ 3000 രൂപ ശമ്പളം മേടിക്കുന്ന മോലിയാർ അയാളെ വിളിക്കുന്നത് അണിലേട്ടൻ, അണിലെണ്ണൻ, എന്താണെന്ന് ആൾ പറയാറില്ല. എങ്ങനെയാണോ മോലിയാരെ ഇയാൾ പറയുന്നത് ശരിയാണെന്ന് ആൾക്ക് പറയാൻ കഴിയുക? നിങ്ങൾ പറയണത് എന്തെന്നാ? നിങ്ങൾ പറയുന്നത് ഒരു രാത്രി ഒരു കുത്തുബിയത്തോ നേർച്ചയോ മറ്റേങ്ങാണ്ട് കോഴിക്കോട് കാന്തപുരത്തിൻ്റെ വീട്ടിൽ വെച്ച് നടത്തി. കാന്തപുരത്തിൻ്റെ ചേട്ടാനിയന്മാരും ബന്ധുക്കളും എല്ലാം പങ്കെടുത്തു. അവിടെ പങ്കെടുത്ത ഒരു പെണ്ണിന് വയറ് വീർത്തു ബോധം കെട്ടു. ആ വയറ് വീർത്ത് ബോധം കെട്ട് അബോധാവസ്ഥയിലെത്തി. ത്തിനോട് അടുക്കുന്ന സമയമായപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു മൊയ്യാർ AP-യുടെ അനുജത്തിനെ കല്യാണം കഴിച്ചേക്കണേ ഒരു മുസ്ലിയാർ, നമ്മുടെ പഴുനാന ഉമറാജിയുടെ മകൻ ഒരു മുഹമ്മദ് മുസ്ലിയാറുണ്ട്. അയാൾ പറഞ്ഞു, ഇത് നമുക്ക് അയിലക്കാട്ടേറ്റ് കൊണ്ടുപോകാം. ബോധം വെളിവുള്ള ആൾക്കാർ പറഞ്ഞാലും മെഡിക്കൽ കോളേജ് കോഴിക്കോടുണ്ട്, അങ്ങോട്ട് കൊണ്ടാന്നാ പറയണ്ടേ. ഈ നൂറ്റാണ്ടിനും മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടാന്ന് പറയണം. പക്ഷെ അത് പറഞ്ഞില്ല. അവർ പറഞ്ഞു അയിലക്കാട്ടേറ്റ് കൊണ്ടുപോകാം. അയിലക്കാട്ടേറ്റ് കൊണ്ടുപോകുന്നതിനിടയിൽ 2-3 വാഹനങ്ങൾ ഒന്നും അല്ല, നുണക്കഥയാന്നേ, നുണക്കഥകൾ വെറുതെ പ്രചരിപ്പിക്കുക. എന്നിട്ട് അയിലക്കാട്ടെ മക്കബറെ കൊണ്ടുവന്ന് കയറ്റി കടത്തി 4 മണിക്കൂർ കഴിഞ്ഞ് മക്കബറ തുറന്നു നോക്കിയപ്പോൾ അവിടെ ഇവിടെയൊക്കെ കീറി മുറിച്ച് ഓപ്പറേഷൻ ചെയ്തതിൻ്റെ അടയാളം, ആ ഓപ്പറേഷൻ ചെയ്തതിൻ്റെ അടയാളം ഒക്കെ ഉണ്ടായി എന്നാണ് പറയണേ. പച്ച കള്ളേ, കറ്റ് കെട്ടി പറയുകയാണല്ലോ ഈ കളവ്. അങ്ങനെ ഒരു അയലക്കാട്ട് അങ്ങനെ ഒരു ഓപ്പറേഷൻ ചെയ്യുമെങ്കിൽ ആ കോഴിക്കോട് ജില്ലയിലെ മെഡിക്കൽ കോളേജിലേക്ക് ആൾക്കാർ പോയി ക്യൂ നിൽക്കണോ? ആ അയലക്കാട്ട് എടപ്പാളിന് അടുത്തുള്ള അയലക്കാട്ടായിട്ട് പോയാൽ പോരെ? തള്ളിയിട്ട് ആ ഓപ്പറേഷൻ കഴിഞ്ഞ് ഇറങ്ങിയാൽ പോരെ? എത്രയോ പാവങ്ങൾക്ക് ആശ്വാസം കിട്ടും.
അപ്പോൾ അത് പച്ച നുണയാണ്. അത് മുടിക്കഥ പോലെ. മുടി ഒരു വലിയ സത്യമാണോ? മുടി പച്ച കളവാന്ന് എല്ലാവർക്കും ബോധ്യമായിരുന്നു. ഇതുപോലെയുള്ള പച്ച കഥകൾ, പച്ച നുണകൾ, കളവുകൾ കെട്ടി പറയുന്നത് മോലിയാമാർ പറയുമ്പോൾ ഡോക്ടർ അനിൽ മുഹമ്മദ് പറയുമ്പോൾ അത് ശരിയല്ല, അത് ശരിയല്ല. പിന്നെ ചിലപ്പോൾ ചില മൊയ്ലിയാക്കന്മാർ പറയും ഞങ്ങൾ ഈ പറയുന്ന തസ്ബീഹ് ഒരു ജീവിതത്തിൽ നിങ്ങൾക്ക് യാതൊരു ആപത്തും വരില്ല, രോഗവും വരില്ല, പരീക്ഷണവും വരില്ല, നിങ്ങൾ ഉടലോടെ സ്വർഗത്തിൽ. ഒറ്റ പ്രാവശ്യം ഞാൻ ഈ പറയുന്ന തസ്ബീഹ് ചെല്ലിയാൽ മതി എന്നായി മോലിയാർ പറയണേ. ആ മോലിയാരുടെ തലയെക്കെട്ട് മിനാരം പോലെയാ, മിനാരം പോലെ, ഗോപുരം പോലെ ഒക്കെ ഇങ്ങനെ സ്റ്റെപ്പായിട്ട് മേപ്പോട്ടൊക്കെ ഇങ്ങനെ വളച്ച് തിരിച്ചൊക്കെ ഉള്ള തലയെക്കെട്ടാണ് മോലിയാരുടെ. അത് തങ്ങളുടെ അതെ. അവർ ഏതെങ്കിലും ചെറുപ്പക്കാർ പിള്ളേർ മുടി വെട്ടുമ്പോൾ ഒരു വര ഇങ്ങനെ ഇട്ടാൽ ഓ കാഫർ കാഫർ. ഹറാമിൻ്റെയും മുർത്തത്തിൻ്റെ ഒക്കെ ഘോഷയാത്ര ഏതെങ്കിലും കൊച്ചു പിള്ളേർ, സ്കൂളിൽ പഠിക്കുന്ന പിള്ളേർ മുടി വെട്ടുമ്പോൾ ഒരു വര ഇങ്ങനെ ഇട്ടു, അല്ലെങ്കിൽ ഒരു അല്പം മുടി ഇവിടെ നിർത്തി, അങ്ങനെ എന്തെങ്കിലും തലയിൽ കാണിച്ചാൽ അപ്പോൾ ആ ചെറുക്കൻ നരകത്തിലായി. ഇവൻ്റെയൊക്കെ തലയെക്കെട്ടിൽ എന്ത് വെറൈറ്റിയും കാണിക്കാം, ഏത് ഗോപുരം ഉണ്ടാക്കാം, ഏത് മിനാരം ഉണ്ടാക്കാം, അതിനൊന്നും ഒരു കുഴപ്പമില്ല. അപ്പോൾ ഏതെങ്കിലും ആവട്ടെ, അങ്ങനെ മിനാരമൊക്കെ വച്ച് കെട്ടി ഉള്ള നുണക്കഥ പറയുമ്പോൾ ഡോക്ടർ അനിൽ മുഹമ്മദ് പറയും അത് ശരിയല്ല, ഇത് ഡിങ്കൻ കഥയാണ്. ഈ കഥകൾ പറഞ്ഞ് ഇസ്ലാമിനെ നിങ്ങൾ നശിപ്പിക്കരുത്. ഇസ്ലാം എന്ന് പറയുന്നത് ഒരു നിത്യനൂതന വിപ്ലവ പ്രസ്ഥാനമാണ്. അത് പരിശുദ്ധമാണ്. യക്ഷിക്കഥകളുടെ മതമല്ല, അന്ധവിശ്വാസങ്ങളുടെ മതമല്ല, അനാചാരങ്ങളുടെ മതമല്ല. അനാചാരങ്ങളിൽ നിന്ന്, അന്ധവിശ്വാസങ്ങളിൽ നിന്ന്, യക്ഷിക്കഥകളിൽ നിന്ന് മനുഷ്യനെ മോചിപ്പിച്ച് നിത്യനൂതനമായ ഒരു പരിഷ്കരണം നയിക്കാനാണ് മുഹമ്മദ് നബി വന്നത്. അതാണ് ഇവിടെ നിലനിൽക്കുന്നത് എന്ന് പറയുമ്പോൾ ഈ മാർപ്പാപ്പാടെ തൊപ്പി വെച്ച മോലിയാരി ഇറക്കം പറയും എന്തെന്ന്, അനിൽ അണ്ണൻ, അനിൽ അണ്ണാജി, അനിൽ എന്തിനാണ്, എന്താ അത്? ഒരു മുസ്ലിമിന് മുഹമ്മദ് എന്നൊരു പേരുണ്ട്. ആ പേരിന്റെ കൂട്ടത്തിൽ വിളർത്തി കളിയാക്കാൻ ശറ അനുവദിക്കുമോ? അനുവദിക്കുമോ? ഈ മോലിയാർ ചെറുക്കനോട് ചോദിക്കുക, ചേക്കുട്ടി എന്ന് പേരുണ്ടല്ലോ, ആ പേരിനെ കളിയാക്കുന്നുണ്ടോ? അയമൂട്ടി എന്ന് പേരുണ്ടല്ലോ, അങ്ങനെ പേര് ഇസ്ലാമിലുണ്ടോ? മയമൂട്ടി എന്ന് പേരുണ്ടല്ലോ, അങ്ങനെ ഇസ്ലാമിലുണ്ടോ? ചേറൂട്ടി എന്ന് പേരുണ്ടല്ലോ, അങ്ങനെ ഇസ്ലാമിലുണ്ടോ? അതൊക്കെ കരുനാഗപ്പള്ളി താലൂക്കിലെ കൊള്ളാവുന്ന ഒരു മുസ്ലിം തറവാട്ടിൽ മുസ്ലിം ആചാര അനുഷ്ഠാനങ്ങൾ ഇന്നും നിലനിർത്തിപ്പോരുന്ന ഒരു തറവാട്ടിൽ ജനിച്ച് ആ തറവാട്ടിൽ വളർന്ന ഭൗതികവും ആത്മീയവുമായി അത്യാവശ്യം ആത്മീയ ബോധവും ഭൗതികമായി ഏറെ വിദ്യാഭ്യാസവും നേടി MSW പോലെയുള്ള ഡിഗ്രിയും കരസ്ഥമാക്കിയ ഒരു മനുഷ്യനല്ലേ, ഒരു ഉന്നതനായ ഒരു ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹത്തെയാണ് ഈ കളിയാക്കുന്നത്. ഒരുത്തൻ ഒരു മൊയ്ലിയാർന്ന് ചെറുക്കനാ, ഒരു പൊക്കം കുറഞ്ഞിട്ട് മൊയ്ലിയാർ ചേർക്കൻ. ഞാനീ പറഞ്ഞ പോലെ മാർപ്പാപ്പാടെ തൊപ്പിയൊക്കെ തലയിൽ വെച്ചിട്ടുണ്ട്. അവൻ ഈ അനിൽ മോഹനെ കളിയാക്കിക്കൊണ്ടൊരു വീഡിയോ ചെയ്യുക. അവൻ മുസ്ലിയാർ പോയിട്ട് മുസ്ലിമാണെന്ന് എനിക്ക് വിശ്വാസമില്ല. അവൻ സമസ്തയുടെ ആളാണെന്നൊക്കെ പറയണേ. അവനൊരു മുസ്ലിമാണെന്നുള്ള വിശ്വാസം പോലും എനിക്കില്ല. എന്തുകൊണ്ട്? അവൻ ഈ അനിൽ മുഹമ്മദിന്റെ സ്ഥാനത്ത് ചേർത്ത് വച്ചിരിക്കുക ഒരു കുരങ്ങിനെ. ഒരു കുരങ്ങിനെ അനിൽ മുഹമ്മദിന്റെ തൊട്ടരികത്ത് ഇരുത്തിക്കൊണ്ട് അനിൽ മുഹമ്മദ് ചിരിക്കും പോലെ കുരങ്ങൻ ചിരിക്കുക. കുരങ്ങും അനിൽ മുഹമ്മദും ഒരുപോലെ. ഈ അനിൽ മുഹമ്മദിനെ കുരങ്ങിനോട് സമീപിക്കുക. ഇവൻ എന്ത് മൂലിയാനാ? അവൻ ആയത്ത് ഓതും അതീത് ഓതും അവൻ സമസ്തയാണെന്നും പറയും. സമസ്തയാണെന്ന് ചുമ്മാ പറയല്ല, സമസ്തയുടെ കണ്ണിയത്തിനേക്കാളും വലിയ ആളാണെന്നും പറയും. ഇവനൊക്കെ ഈ സമസ്ത ആയപ്പോഴല്ലേ സമസ്തയിൽ ഷജറയും സമസ്തയിൽ മരക്കുറ്റിയും സമസ്തയിൽ നശിച്ച് നാരായണക്കല്ല് പിടിച്ചത്. സമസ്ത ഇന്ന് ആക്ഷേപത്തിന്റെ പാത്രീഭവിച്ചത് ഇവരൊക്കെ ഇതിന് ആളായി വന്നപ്പോഴല്ലേ. ഒരു മനുഷ്യനെ, അത് ഒരു മുസ്ലിമിനെ, അതും ഇസ്ലാമികമായി 5 വക്ത് നമസ്കരിക്കുന്ന ഒരു മനുഷ്യനെ
ഭൗതിക വിദ്യാഭ്യാസമുള്ളൊരു മനുഷ്യനെ ഇസ്ലാമികമായ കാര്യങ്ങൾക്ക് വേണ്ടി സംസാരിക്കുകയും ആ വഴിക്ക് യാത്ര ചെയ്യുകയും കുടുംബത്തെ ആ വഴിയിൽ സഞ്ചരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു യോഗ്യനായ ഒരു മനുഷ്യനെ ആക്ഷേപിക്കാൻ ഈ ഹംക്ക് അഥവാ ഇവൻ ജനറൽ ജാഹിൽ എന്ന് പറയാവുന്ന ഇവൻ ഒരു ഫോട്ടോ വച്ചിരിക്കുക. അനിൽ മുഹമ്മദിന്റെ ഫോട്ടോയും തൊട്ടടുത്ത് ഒരു കുരങ്ങിന്റെ ഫോട്ടോ, അതിന് കുരങ്ങി ചിരിക്കുക, അനിൽ മുഹമ്മദ് ചിരിക്കുക ഇവനെ പോലെ. അതുകൊണ്ട് അനിൽ മുഹമ്മദ് കുരങ്ങാവോടോ? നീ തന്നെയല്ലേ കുരങ്ങാകുക? നിന്നെ തന്നെയല്ലേ ആളുകൾ കുരങ്ങായിട്ട് കാണുകയുള്ളൂ? നിനക്ക് ഈ സമൂഹത്തിൽ എന്ത് വിലയാ ഉള്ളത്? നീ ഷജറയായാലും കുജറയായാലും അതിനേക്കാൾ അപ്പുറത്തെ മരക്കുറ്റിയായാലും നിന്നെ അറിയുന്ന ആരാ ഉള്ളത്? നിനക്ക് ഈ രാജ്യത്ത് എവിടെയാ ഒരു അംഗീകാരം? അനിൽമുഹമ്മദ് അങ്ങനെയാണോ? അനിൽമുഹമ്മദ് ഭൗതിക ലോകത്ത് സർക്കാരിൽ അംഗീകാരം, ഔദ്യോഗിക മേഖലകളിൽ അംഗീകാരം, വിദ്യാസമ്പന്നരുടെ ഇടയിൽ അംഗീകാരം, ജനസമൂഹത്തിൻ്റെ ഇടയിൽ അംഗീകാരം, മതപണ്ഡിതന്മാരുടെ ഇടയിൽ അംഗീകാരം, മതപണ്ഡിതന്മാരിൽ അദ്ദേഹത്തെ ഉൾക്കൊള്ളുന്നവർ പൂർണ്ണമായും അദ്ദേഹത്തെ ഉൾക്കൊള്ളുകയും സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യൻ, അതല്ലേ ഡോക്ടർ അനിൽ മുഹമ്മദ്. ആ അനിൽ മുഹമ്മദിനെ നീ ഒരു കുരങ്ങിനോട് ഉപമിച്ച് വീഡിയോ ചെയ്ത് ഞാനൊരിക്കൽ കാണാനിടയായി. ഞാനത് അതിനും ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചു. പിന്നെ ഇവൻ്റെയൊക്കെ പുറകെ നടക്കണമെന്ന് നേരം കൊണ്ട് ഈ പണ്ട് ഹിറ്റ്ലർ പറഞ്ഞ കുരയ്ക്കുന്ന പട്ടി കുരയ്ക്കട്ടെ, ജാഥ മുന്നോട്ട് പോകട്ടെ എന്ന് പറഞ്ഞതുപോലെ ഇവനൊക്കെ കിടന്ന് കുരയ്ക്കട്ടെ, നമുക്ക് ജാഥ മുന്നോട്ട് കൊണ്ടുപോകാം എന്ന രീതിയിൽ പോയിക്കൊണ്ടിരിക്കുക. അല്ലാതെ ഇവനൊന്നും പറയുന്നതിന് ന്യായം പറയാത്തതുകൊണ്ടോ ഇവൻ്റെ ഭാഷയിൽ മറുപടി പറയാൻ അറിയാത്തതുകൊണ്ടോ ഒന്നും അല്ല. ഇവൻ കുരങ്ങിനെ കൊണ്ടു നിർത്തിയ അപ്പുറത്ത് അതിനേക്കാളും വലിയൊരു ജീവിനെ കൊണ്ടുവന്ന് ഇവനെയും വെച്ച് ഒരു വീഡിയോ ഒക്കെ ചെയ്യാൻ ഒരു പ്രയാസവും ഇല്ല. ഈ കാലത്ത് ഫോണിലൂടെ സാധിക്കുന്ന കാര്യം അതൊക്കെ. അപ്പൊ അതൊക്കെ ചെയ്യുന്നത് മുസ്ലിയാരെന്നും പറഞ്ഞു തൊപ്പി പപ്പടം പോലെ മാർപ്പാപ്പയുടെ തൊപ്പിയാണെങ്കിലും ഒരെണ്ണം വെച്ചിട്ടുണ്ടല്ലോ, അതും വെച്ചോണ്ട് ഇവിടെ ഒരു ചെറിയ താടിയും വെച്ചോണ്ട് ഈ ചെറുക്കന് ഈ കളിക്കുന്നതിനനുസരിച്ച് ബാക്കിയുള്ളവർ കളിക്കാൻ പറ്റില്ല. കാരണം ബാക്കിയുള്ളവരുടെ നിലവാരം അതല്ല. അതുകൊണ്ട് മനസ്സിലാക്കേണ്ടത് അനിൽ മുഹമ്മദിനെ പോലെ, ഡോക്ടർ അനിൽ മുഹമ്മദിനെ പോലെയുള്ള ആളുകളെ എങ്ങനെയെങ്കിലും ഈ സമുദായത്തിൽ എത്രയോ ഉണ്ടായി കിട്ടണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഭൗതിക ബോധമുള്ള, ഭൗതിക വിദ്യാഭ്യാസമുള്ള, ആത്മീക ബോധമുള്ള, ആത്മീയതയിൽ താല്പര്യമുള്ള, നിസ്കരിക്കുന്ന, നോമ്പ് പിടിക്കുന്ന, ഇതിനോടൊക്കെ കൂറ് കാണിക്കുന്ന ആയിരക്കണക്കിന് അനിൽ മുഹമ്മദ്മാരെ ഉണ്ടായി വരട്ടെ എന്നായി നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്. ആഗ്രഹിക്കേണ്ടതും അതാണ്. അല്ലാതെ അനിലണ്ണൻ, അനിലേട്ടൻ എന്നൊന്നും വിളിച്ച് മുഹമ്മദ് എന്ന് മാതാപിതാക്കൾ പേര് നൽകി ആ പേരിൽ ഇന്നും അറിയപ്പെടുന്ന ഒരു മനുഷ്യനെ ആക്ഷേപിക്കുക വഴി അദ്ദേഹത്തോട് ആദർശപരമായി ഏറ്റുമുട്ട്. അദ്ദേഹം ഇടുന്ന ഒരു വീഡിയോയ്ക്ക് മറുപടി പറ, അതല്ലേ ശരി. അല്ലെങ്കിൽ ബിഷപ്പ് കൊടുത്ത പോലെ കേസ് കൊടുത്ത് അദ്ദേഹത്തിൻ്റെ ഗവൺമെൻറ് ഉദ്യോഗം ഇല്ലാതാക്കാൻ നോക്ക്. ഈ അദ്ദേഹത്തിൻ്റെ വീഡിയോകളെ പരാമർശിച്ചുകൊണ്ട് കൊല്ലം ബിഷപ്പ് പരാതി കൊടുത്തു. ഇടതുപക്ഷ സർക്കാരിൻ്റെ രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് അദ്ദേഹം സസ്പെൻഷനിലായി. അതേ സർക്കാരിൻ്റെ കാലത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ സസ്പെൻഷൻ പിൻവലിച്ചു. ഇപ്പോൾ അതിനേക്കാൾ കുറച്ചുകൂടി ഉയർന്ന പദവിയിൽ, കുറച്ചുകൂടി ദർജ ഉയർന്ന രീതിയിൽ അദ്ദേഹത്തെ UDF സർക്കാർ പോസ്റ്റ് ചെയ്തു. നല്ലൊരു പദവിയിലേക്ക് അദ്ദേഹം എത്തി. നല്ലൊരു പദവിയിൽ അദ്ദേഹം എത്തി എന്ന് പറഞ്ഞാൽ എത്താൻ യോഗ്യനാണ്. വിവരമില്ലാത്തവനല്ലോ. വിവരമുള്ളവരോട് സംസാരിക്കുമ്പോൾ അത് പറയണം. അല്ലാതെ കിതാബ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കിതാബ് എന്ത് കിതാബ്? ഏത് കിതാബ്? കിതാബ് പറയാം. കിതാബ് അല്ലാത്തവരോട് ആ വിവരത്തിനും വിലയുണ്ട്. വിവരം, എല്ലാ വിവരവും, വിദ്യാഭ്യാസം എന്ന് പറയുന്നത് എല്ലാ വിദ്യാഭ്യാസവും പരമോന്നതമാണ്. വിദ്യയാണോ? അതൊരു ധനം തന്നെയാ. വിദ്യാധനം, ചോരന്മാർ മോഷ്ടിക്കപ്പെടാത്ത ഒരു ധനമാ വിദ്യാധനം. ആ ധനമുള്ള ആളാണ് അദ്ദേഹം. അദ്ദേഹത്തിന് ഇനിയും ആയിരക്കണക്കിന് വീഡിയോകൾ ചെയ്ത് സോഷ്യൽ മീഡിയയിലൂടെ ഈ സമുദായത്തിൻ്റെ ഇസ്സത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ.
വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.